ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഏറ്റവും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ക്ലൈമറ്റുമായിട്ട്, കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്ലാസ്സാണ്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റുകൾ ഏതാണ്? എന്താണ് ചോദ്യം? ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റുകൾ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ഏതൊക്കെ മാസങ്ങളിലാണ് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മൺസൂൺ അനുഭവപ്പെടുന്നത്? ഏതൊക്കെ മാസങ്ങളിലാണ് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഇടിമിന്നലോടുകൂടി എത്തുന്ന ജലബാഷ്പം നിറഞ്ഞ മഴക്കാറ്റുകളുടെ പെട്ടെന്നുള്ള വരവ് അറിയപ്പെടുന്നത് എങ്ങനെയാ? ഇടിമിന്നലോടുകൂടി എത്തുന്ന ജലബാഷ്പം നിറഞ്ഞ മഴക്കാറ്റുകളുടെ പെട്ടെന്നുള്ള വരവിനെ അറിയപ്പെടുന്നത് മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പാടെന്നാണ്. എന്താണ്? മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പാട് എന്നാണ് ഇടിമിന്നലോടുകൂടി എത്തുന്ന ജലബാഷ്പം നിറഞ്ഞ മഴക്കാറ്റുകളുടെ പെട്ടെന്നുള്ള വരവാണ് അറിയപ്പെടുന്നത് മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പാടെന്ന്. അടുത്ത ചോദ്യം എന്താണ്? കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വന്നെത്തുന്നത് എപ്പോഴാണ്? ജൂൺ ആദ്യ ആഴ്ചയോടെയാണ്. എവിടേക്കാണ്? കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വന്നെത്തുന്നത് ജൂൺ ആദ്യ ആഴ്ചയോടെയാണ്. എപ്പോഴാണ്? ജൂൺ ആദ്യ ആഴ്ചയോടെയാണ്. ഉത്തരേന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വന്നെത്തുന്നതോ? അത് ജൂലൈ ആദ്യ ആഴ്ചയോടെയാണ്. ഉത്തരേന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വന്നെത്തുന്നത് ജൂലൈ ആദ്യ ആഴ്ചയോടെയാണ്. കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വന്നെത്തുന്നത് ജൂൺ ആദ്യ ആഴ്ചയോടെയും ഉത്തരേന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വന്നെത്തുന്നത് ജൂലൈ ആദ്യ ആഴ്ചയോടെയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ ഉപദ്വീപിൽ പ്രവേശിക്കുന്നത് 2 ശാഖകളായിട്ടാണ്. അവ ഏതെല്ലാമാണ്? എന്താണ് ചോദ്യം? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത് 2 ശാഖകളായിട്ടാണ്. അവ ഏതെല്ലാമാണ്? അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. അപ്പം എന്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ ഉപദ്വീപിൽ പ്രവേശിക്കുന്നത് അത് 2 ശാഖകളായിട്ടാണ്. അത് അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയുമാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ശാഖ ഏതാണ്? ചോദ്യം കൃത്യമായിട്ട് കേൾക്കുക. കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. ആ മൺസൂണിൻ്റെ ശാഖ ഏതാണ് എന്ന് ചോദിച്ചാൽ അറബിക്കടൽ ശാഖയാണ്. നമ്മൾ പറഞ്ഞു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ ഉപദ്വീപിൽ പ്രവേശിക്കുന്നത് 2 ശാഖകളായിട്ടാണ്. അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. അതിൽ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ശാഖയാണ് അറബിക്കടൽ ശാഖ. അടുത്ത ചോദ്യം എന്താണ്? പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചരിവുകളിൽ
തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മഴ നൽകുന്നുള്ളൂ. ഇത്തരം മഴ കുറഞ്ഞ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ്. അപ്പം എന്താണ്? പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ചരിവുകളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മഴ നൽകുന്നുള്ളൂ. ഇത്തരം മഴ കുറഞ്ഞ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ്. അടുത്ത ചോദ്യം, സുന്ദരവനം ഡെൽറ്റ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ശാഖ ഏതാണ്? അത് ബംഗാൾ ഉൾക്കടൽ ശാഖയാണ്. ഏതാണ്? ബംഗാൾ ഉൾക്കടൽ ശാഖ. നമ്മൾ പറഞ്ഞു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ ഉപദ്വീപിൽ പ്രവേശിക്കുന്നത് അറബിക്കടൽ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ എന്നിങ്ങനെ 2 ശാഖകളായിട്ടാണ്. അതിൽ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ശാഖയാണ് അറബിക്കടൽ ശാഖ. ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ന് പറയുന്നത് സുന്ദരവനം ഡെൽറ്റ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ശാഖയാണ് ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അത്രയും ക്വസ്റ്റ്യൻസ്? നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക്കടൽ ശാഖയും കൂടിച്ചേരുന്നൊരു പ്രദേശമുണ്ട്. അതേതാണ്? അതാണ് പഞ്ചാബ് സമതലം. പഞ്ചാബ് സമതലത്തിലാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക്കടൽ ശാഖയും കൂടിച്ചേരുന്നത്. എവിടെയാണ്? പഞ്ചാബ് സമതലത്തിലാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത്, കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നത് ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്നൊക്കെയാണ്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നത് എങ്ങനെയാ? ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെയൊക്കെയാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള കാലം ഏതാണ്? ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള കാലമാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. ഏതാണ്? മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ക്ലൈമറ്റിൻ്റെ ഭാഗത്ത് ജോഗ്രഫിയിൽ നോക്കുന്നത്.